ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വിനായകൻ വാതിൽ തുറന്ന വഴിക്ക് തന്നെ ഒറ്റ ചവിട്ടാണ് വിനായകനെ പുറത്ത് വന്നിട്ടുള്ള ഗുണ്ടകൾ അങ്ങനെ ചവിട്ടിയ വഴിക്ക് വിനായകൻ അങ്ങനെ തെറിച്ച് വീഴാണ്. വിനായകൻ നോക്കുമ്പോൾ കുറേ ഗുണ്ടകൾ വരികയാണ്. വിനായകൻ വേഗം തന്നെ അവിടെ തന്നെ കണ്ണടച്ച് കിടക്കുകയാണ്. അപ്പോഴേക്കും നന്ദിനി ഓടി വന്നിട്ട് വിളിക്കുന്നുണ്ടെങ്കിൽ വിനായകൻ കണ്ണ തുറക്കാതെ ബോധം കെട്ട പോലെ അവിടെ തന്നെ കിടക്കും. അപ്പോഴേക്കും ഗുണ്ടകൾ വന്നിട്ട് അകത്ത് കയറിയിട്ട് വിക്രമിനെ അന്വേഷിക്കുകയാണ്. എവിടെ വിക്രം എവിടെയും ചോദിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഇല്ല എന്ന് പറയാൻ കേട്ടോ. അപ്പോഴേക്കും പോയി നോക്കടാന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് വേറെ കുറച്ച് പേരൊക്കെ ഉണ്ട്. അവരൊക്കെ കൂടി അകത്ത് കയറി നോക്കുകയാണ്. അങ്ങനെ ആരും കാണുന്നില്ല. അപ്പോഴേക്കും പറയുന്നുണ്ട് പുറത്തൊരു ബൈക്കിൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് അവരങ്ങോട്ട് ഓടും. അങ്ങനെ നോക്കുമ്പോൾ വിനായകനെ തട്ടി വിളിക്കുകയാണ് കേട്ടോ. അങ്ങനെ വിനായകനെ എഴുന്നേൽക്കുന്നുണ്ട്. ഈ സമയത്ത് തന്നെ അവർ പുറത്തേക്ക് പോയി അവർ കറക്റ്റായൊരു സമയത്ത് തന്നെ വിക്രം അകത്തേക്ക് വരികയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും കൂടിയിട്ട് പുറത്തേക്ക് വരും. അപ്പോൾ വിക്രം ചോദിക്കുകയാണ് എന്താണെന്ന് ചോദിക്കാനായിട്ട്. ഇവിടെ ആരും വന്ന് ഇവിടെയൊക്കെ ഇതൊക്കെ നശിപ്പിച്ചിട്ടു എന്ന് പറയാം. അവരിവിടെയും വന്നോന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ആരാ അത്, എന്താ പ്രശ്നം, എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്നൊക്കെ മാഷ് ചോദിക്കുകയാണ്. അത് പിന്നെ ആ പാർട്ടിയുടെ പ്രചരണത്തിനിടയ്ക്ക് ചെറിയ കശപിശ ഉണ്ടായിരുന്നു. അപ്പോൾ വാസവൻ്റെ മകനെ ആരോ കുത്തിക്കൊന്നു എന്ന് പറയുകയാണേ. ഇത് കേൾക്കുമ്പോൾ മാഷും കമലമ്മക്ക് ആകെ ഞെട്ടിത്തരിക്കുകയാണ്. അപ്പോൾ വിക്രം പറയാണ്, അപ്പോൾ ആ കുത്തിയത് ഞാനാണെന്നാണ് ആൾക്കാർ പറഞ്ഞുണ്ടാക്കണേന്ന് പറയാണ് കേട്ടോ. അപ്പോൾ മാഷ് പറയാണ്, ഇത് ചതിയാണ് വിക്രം, നിന്നെ കൊടുക്കാനായിട്ടുള്ള ചതി തന്നെയാണ് ഇത് എന്ന് പറയാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും അത് മനസ്സിലാവാണ്. അപ്പോൾ നീ ഉടനെ തന്നെ ഇവിടെ നിന്ന് മാറി നിൽക്കണം എന്ന് പറയുകയാണ്. അപ്പോൾ വിശ്വനും പറയുന്നുണ്ട്, ശരിയാണ് വിക്രം, നീ എന്തായാലും തൽക്കാലം ഇവിടെ നിൽക്കണ്ട, കുറച്ച് ദിവസത്തേക്കെങ്കിലും ഒന്ന് മാറി നിൽക്കണം, ഇവിടെ നിന്നാൽ ശരിയാവില്ല എന്ന് പറയാം. അപ്പോൾ വിനായകനും പറയുന്നുണ്ട് കേട്ടോ, ശ്രീനിവാസൻ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു നിന്നെ ചോദിച്ചിട്ടെന്നൊക്കെ പറയേ. അപ്പോൾ മാഷ് പറയുന്നുണ്ട്, വേഗം തന്നെ ഇവിടെ നിന്ന് മാറി നിൽക്ക്, നീ ഇവിടെ നിന്നാൽ ശരിയാവില്ല, കൂടുതൽ പ്രശ്നങ്ങളാവുകയുള്ളൂ എന്ന് വിക്രമിനോട് പറഞ്ഞിട്ട് വിക്രം അവിടെ നിന്ന് മാറാൻ തീരുമാനിക്കുകയാണ്. പിന്നെ കാണിക്കുന്നത് പിറ്റേ ദിവസം രാവിലെ തന്നെ ശ്രീകാന്ത് പത്രം എടുത്ത് വരികയാണ് കേട്ടോ. ശ്രീകാന്ത് ചിരിച്ചും കൊണ്ടൊക്കെയാണ് വരുന്നത്. പക്ഷെ അകത്ത് കയറിയിട്ട് ഇങ്ങനെ ഭയങ്കര വിഷമമൊക്കെ കാണിക്കുകയാണ്. അങ്ങനെ വർഷനെ വിളിക്കാൻ കേട്ടോ. വർഷം ഓടി വരട്ടെ, എന്താ നീ ഈ പത്രത്തിലെ വാർത്ത ഒന്ന് നോക്കിയെന്ന് ചോദിക്കാൻ കേട്ടോ. വാർത്ത നോക്കിയിട്ട് ഇതെങ്ങനെ സംഭവിച്ചു, നീ വാർത്ത മുഴുവൻ വായിക്കുക, ആരത് ചെയ്തത്, നീ മുഴുവനും വായിക്കുക, അതിൽ തന്നെ ഉണ്ട് ആരാണ് ചെയ്തത് എന്നുള്ളത്. അപ്പോഴേക്കും ശങ്കരനാരായണൻ പത്മൊക്കെ വരികയാണ്. എന്താ കാര്യം എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അവർ ആ വാർത്ത നോക്കുകയാണ് കേട്ടോ. അപ്പം എന്താ സംഭവിച്ചതെന്ന് ചോദിക്കുകയാണ്. ഈ നീ ഒരു കാര്യം ചെയ്ത് തിരിച്ചകത്തേക്ക് ഉണ്ടോ എന്ന് പറയാം കേട്ടോ. അപ്പോൾ എന്താ സംഭവം എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് പിന്നെ അച്ഛ എന്ന് പറയാം കേട്ടോ. അപ്പോഴേക്കും ദീപ്തിയും വേദ അവിടെ ഇരിക്കുന്നുണ്ടാവും കേട്ടോ. അപ്പോൾ ദീപ്തി ഓടി വരുന്നുണ്ട്. എന്താ കാര്യം ചോദിക്കുകയാണ്. അപ്പോൾ ദീപ്തിനെ പിടിച്ച് വലിക്കാണ്ട് വാ, നമുക്ക് മുകളിലേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ വേദയും വന്നിട്ട് ചോദിക്കണം, എന്താ കാര്യം എന്ന് പറയുന്നു കേട്ടോ. വേദ നീ മുകളിലേക്ക് പോ, അവളെയും കൊണ്ടുപോക്കോ, നമ്മുടെ ദീപ്തിനെ കൊണ്ടുപോക്കോ, നിങ്ങൾ രണ്ടുപേരും മുകളിലേക്കോ, ഞാൻ പറയാം എന്നൊക്കെ പറയാം കേട്ടോ. അപ്പോൾ ഇവർ രണ്ടുപേരും സമ്മതിക്കില്ല. അപ്പോൾ ദീപ്തി ഓടി വന്നിട്ട് പറയുകയാണ്, എനിക്കറിയണം എന്താ കാര്യം, എന്താണെന്ന് വെച്ചാൽ എന്നോട് തുറന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ പത്രം വാങ്ങിച്ചിട്ട് ശ്രീകാന്ത് പുറകിൽ പിടിക്കുകയാണ് കേട്ടോ. ശ്രീയേട്ടാ ആ പത്രം കൊണ്ട് തായെന്ന് പറഞ്ഞിട്ട് തട്ടി പറിച്ചിങ്ങോട്ട് ആ പത്രം മേടിച്ചിട്ട് നോക്കുകയാണേ. അങ്ങനെ നോക്കിയ വാർത്ത വായിച്ചു വിട്ടിട്ട് പത്രമൊക്കെ ദീപ്തിയുടെ കയ്യിൽ നിന്ന് താഴെ വീഴുകയും ചെയ്തു. പെട്ടെന്ന് തന്നെ ദീപ്തി താഴത്തേക്ക് ബോധം കെട്ട് വീഴാണ് കേട്ടോ. അപ്പോഴേക്കും എല്ലാവരും കൂടിയിട്ട് പിടിക്കുകയാണ്. അപ്പോൾ ശ്രീകാന്താണെന്നുണ്ടെങ്കിൽ ദീപ്തിയെ എടുത്ത് റൂമിലേക്ക് കൊണ്ടുപോവുകയാണ്. അപ്പോൾ വേദയാണെന്നുണ്ടെങ്കിൽ പത്രം എടുത്തുങ്ങാണ്ട് ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിൽ എഴുതിയിട്ടുണ്ട് ഇങ്ങനെ വാസവൻ്റെ മകനെ കുത്തി കൊല ചെയ്തു, മുൻവൈരാഗ്യം കൊണ്ട് വിക്രമാണത് ചെയ്തതെന്നുള്ളത്. അങ്ങനെ ശങ്കരനാരായണൻ വന്നിട്ട് ആ പത്രം നോക്കുകയാണ്. എന്നിട്ട് അതും ആൾ വായിക്കുകയാണ് കേട്ടോ, വാർത്ത വായിക്കുകയാണ്. അപ്പോഴേക്കും വർഷം വന്നിട്ട് വെള്ളം എടുത്തുകൊണ്ട് ഓടുന്നുണ്ട് ദീപ്തിയുടെ അടുത്തേക്ക്. അപ്പോൾ വേദ അങ്ങോട്ട് പോകുമ്പോഴേക്കും പറയുന്നത്, കണ്ടില്ലേ ഈ ജന്മനാ ഗുണ്ടകളായിട്ടുള്ള ചില ആൾക്കാരുണ്ട്, അവരുടെ സ്വഭാവം ഒരിക്കലും മാറാൻ പോകുന്നില്ല, അവർ എത്ര കാലം നോക്കിയാലും നന്നാവൂല, ദീപ്തി രക്ഷപ്പെട്ടു എന്ന് വിചാരിച്ചാൽ മതിയാച്ചാൽ ഇവിളും എന്ന് പറഞ്ഞിട്ട് വേദനയും കൂടി നോക്കുകയാണ് കേട്ടോ. അങ്ങനെ ശങ്കരനാരായണൻ ഒന്ന് ഇങ്ങനെ ആകെ നെട്ടിക്കണ്ടേ നിങ്ങളെ എന്ന് പറഞ്ഞിട്ട് ഒരു വിരൽ ചൂണ്ടിങ്ങായിട്ട് ഇങ്ങനെ ശ്രീകാന്തിൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോഴേക്കും അകത്തുനിന്ന് ദീപ്തിയുടെ അലറി കരച്ചിൽ കേൾക്കാണ് കേട്ടോ. അങ്ങനെ ദീപ്തിയുടെ അടുത്തേക്ക് ശ്രീകാന്ത് വന്ന് നോക്കുന്നുണ്ട്. അതിനുശേഷം ശങ്കരനാരായണൻ്റെ അടുത്ത് ചെന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ശങ്കരനാരായണൻ പറയാണ്, അതെ ഈ വിക്രം അന്ന് വരുണിനെ കാണാൻ പോയി എന്നാണല്ലോ പറഞ്ഞത് നീ ദീപ്തിക്ക് വേണ്ടിയിട്ട്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവനത് ചെയ്യുമോ എന്ന് ചോദിക്കാൻ കേട്ടോ. അതൊന്നും നമുക്കറിയില്ല വെച്ചാൽ സംഭവ സ്ഥലത്ത് ആൾക്കാരല്ലേ വിക്രമാണത് ചെയ്തതെന്ന് പറഞ്ഞത്, നമുക്ക് കറക്റ്റായിട്ട് അറിയില്ലല്ലോ എന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പോഴേക്കും വേദ വന്നിരുന്നിട്ട് ദീപ്തിനെ ആശ്വസിപ്പിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ
ദീപ്തി പറയാണ് നിങ്ങളോട് മിണ്ടരുത്, നിങ്ങളുടെ ഭർത്താവ് ഞങ്ങളെ ചതിക്കാൻ വേണ്ടിയിട്ടാണല്ലേ ഞങ്ങളുടെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞ് ഞങ്ങളുടെ കൂടെ നിന്നത് എന്നൊക്കെ ചോദിച്ചിട്ട് അലറി വിളിക്കുകയാണ്. നിങ്ങൾക്ക് ഇപ്പോൾ തൃപ്തിയായില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോളേ ഇത് സംഭവിച്ചത് എന്താണെന്ന് നമുക്കറിയില്ലല്ലോ എന്ന് പറയാനായിട്ട് ഒരക്ഷരം പോലും മിണ്ടരുത്, ഇത് ഉറപ്പായിട്ടും ഇത് സത്യം തന്നെയായിരിക്കും എന്നൊക്കെ പറഞ്ഞ് ദീപ്തി അലറി വിളിക്കുകയാണ്. വരുൺ എന്ന് പറഞ്ഞിട്ട് കരയാണ് കേട്ടോ. ഇതൊക്കെ കേട്ടിട്ട് ശ്രീകാന്ത് ആകെ ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ പിന്നെ കാണിക്കുന്നത് വരുണിൻ്റെ ബോഡി കൊണ്ടുവരികയാണ്. അപ്പോൾ ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ട്. ശ്രീകാന്തും ചന്ദ്രശേഖരനുമാണ് വാസവനെ പിടിച്ച് താങ്ങി കൊണ്ടുവന്നും കണ്ട് നിൽക്കുന്നത്. ശ്രീകാന്തും കട്ടയ്ക്ക് കൂടെ നിൽക്കുന്നുണ്ട് കേട്ടോ വാസവൻ്റെ അഭിനയിച്ചിങ്ങായിട്ട്. ഇതേസമയം വാസവൻ്റെ അമ്മയല്ല വരുണിൻ്റെ അമ്മ കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോഴേക്കും അവിടേക്ക് ശ്രീനിവാസൻ വരുന്നുണ്ട്. ശ്രീനിവാസൻ വന്നു കണ്ടിട്ട് വരുമ്പോഴേക്കും ഒരാൾ വന്നിട്ട് ഇങ്ങനെ വാസവനോട് പറയുന്നുണ്ട് കേട്ടോ ശ്രീനിവാസൻ വരുന്നുണ്ടെന്ന്. അപ്പോൾ വാസവൻ പറയും സാരില്ല കണ്ടിട്ട് പോട്ടെ എന്നുള്ളത് രീതിയിൽ പറയുകയാണ്. അപ്പോൾ പറയുന്നത് രണ്ട് പാർട്ടിക്കാർ തമ്മിലുള്ള ആൾക്കാർ കണ്ടില്ലേ അനുശോചനം അർപ്പിക്കാൻ വന്നിരിക്കുന്നതൊക്കെ ശ്രീകാന്തും പറയുന്നുണ്ട്. അങ്ങനെ കണ്ടു കഴിഞ്ഞ ശേഷം പോകാൻ നേരത്തെ ശ്രീനിവാസൻ വാസുവിനോട് പറയുന്നത് ഇത് വിക്രം ഇത് ചെയ്തിട്ടില്ല, ഇത് മറ്റാരുടെ കൊട്ടേഷൻ ആണെന്ന് പറയുമ്പോൾ വന്ന് കണ്ട് അനുശോചനം അർപ്പിച്ചില്ലേ, ഇനി പോയിക്കോളൂ, വെറുതെ ഒരു സീൻ ഉണ്ടാക്കാൻ നിൽക്കണ്ട എന്നുള്ള കാര്യം വാസവൻ ശ്രീനിവാസനോട് പറയുകയാണെ. അങ്ങനെ ശ്രീനിവാസൻ അവിടെ ഇറങ്ങി ചെന്നിട്ട് ശ്രീകാന്തിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണെന്നുണ്ട്. ശ്രീകാന്തിനോട് പറയുന്നുണ്ട് ഇതിൻ്റെ പിന്നിൽ നിങ്ങളും കൂടി ഉണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം, പക്ഷേ ഇതിൽ വിക്രം നിരപരാധിയാണ്, വിക്രം ഇത് ചെയ്തിട്ടില്ല എന്ന് പറയുകയാണെ. അപ്പോൾ പിന്നെ ഇത് വിക്രമാണ് ചെയ്തതെന്ന് നിങ്ങളും കൂടിയിട്ട് വാസവനോട് പറഞ്ഞ് വാസവനെ ഇത് കയറ്റാൻ നിൽക്കരുത് എന്ന് പറയുമ്പോൾ ചന്ദ്രശേഖരൻ പറയാണ് ഉപ്പ് തിന്നവൻ വെള്ളം കുടിച്ചേ മതിയാകുള്ളൂ ശ്രീനിവാസ എന്ന് പറയും കേട്ടോ. അപ്പോൾ ശ്രീനിവാസൻ പറയാണ് വെള്ളം കുടിപ്പിച്ചേ മതിയാകൂ എന്ന് പറയരുതെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് എന്ന് പറയാണ് കേട്ടോ. അങ്ങനെ നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതല്ലേ നിങ്ങൾ ചെയ്യിക്കുള്ളൂ എന്നൊക്കെ ശ്രീനിവാസനും പറയും. പക്ഷേ വിക്രം ഇതിൽ നിരപരാധിയാണ്, വിക്രമിനെ പ്രതിയാക്കാനോ ഞാൻ അനുവദിക്കില്ല, വിക്രമിനെ ഞാൻ ഇതിലേക്ക് വിട്ടുകൊടുക്കുന്നു നിങ്ങൾ ആരും വിചാരിക്കാൻ വേണ്ട, അതിൻ്റെ പേരിൽ ഈ രാഷ്ട്രീയ സ്ഥാനാർത്ഥിത്വം പോയാലും ശരി എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ അവിടെ നിന്ന് പോവുകയാണ്. അതിനുശേഷം പിന്നെ കാണിക്കുന്നത് നമ്മുടെ വേദ വരാണ്ടോ. വേദ തീറ്റയും കൊണ്ട് വന്നിരിക്കുകയാണ്, ഓട്ടോയിലാണ് വന്നിരിക്കുന്നത്. ഓട്ടോ ഇറങ്ങിയ ഉടനെ തന്നെ ദീപ്തി അലറി വിളിച്ചിട്ട് ഓടുകയാണ് കേട്ടോ അകത്തേക്ക്. വരുണെന്നും പറഞ്ഞിട്ട് വിളിച്ചു ഓടുമ്പോൾ ശ്രീകാന്ത് ദേഷ്യത്തോട് കൂടിയിട്ട് ദീപ്തിയുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ ചന്ദ്രശേഖരൻ ഇങ്ങനെ പിടിച്ച് നിർത്താണ്, വേണ്ട ഒന്നും ചെയ്യേണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ദീപ്തിയാണെന്നുണ്ടെങ്കിൽ അലറി കരഞ്ഞുകൊണ്ട് വരുണിൻ്റെ അടുത്ത് വന്ന് പൊട്ടിക്കരയുന്നുണ്ട് കേട്ടോ. വരുണെന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ട് അപ്പോഴേക്കും നമ്മുടെ വരുണിൻ്റെ അമ്മയാണെന്നുണ്ടെങ്കിൽ മോളേന്ന് വിളിച്ചിങ്ങോട്ട് ഓടി ചെല്ലുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും കൂടിയിട്ട് വരുണിൻ്റെ അടുത്ത് നിന്നിട്ട് പൊട്ടിക്കരയുന്നുണ്ട്. അതിനുശേഷം ശ്രീനിവാസനും വേദയും തമ്മിൽ കാണാണ്. അപ്പോൾ ശ്രീനിവാസൻ വേദനോട് പറയുന്നുണ്ട് ഇത് വിക്രമല്ല ചെയ്തത്, വിക്രം ആ സമയത്ത് ജോസഫിൻ്റെ രാജേൻ്റെ കൂടെയായിരുന്നു, നിൻ്റെ ഏട്ടനും മറ്റുള്ളവരാണ് അത് പറഞ്ഞുണ്ടാക്കുന്നതെന്ന് പറയാം കേട്ടോ. വിക്രം ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് സത്യം തന്നെയാണ്, അതെ ഉറപ്പാണ്, വിക്രം ഇതിൽ ഉൾപ്പെട്ടിട്ടില്ല എന്നുള്ളത് സത്യം തന്നെയാണോ എന്ന് വേദ ചോദിക്കുമ്പോൾ ശ്രീനിവാസൻ പറയണം ഉറപ്പായിട്ടും 100% അവനത് ചെയ്തിട്ടില്ല, അവൻ ആ സമയത്ത് ജോസഫിൻ്റെ രാജേൻ്റെ കൂടെയൊക്കെ ആയിരുന്നു എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ പക്ഷേ നിൻ്റെ ഏട്ടനും കൂടിയുണ്ട് ഈ പ്രചരണം നടത്താൻ, അത് നോക്കിക്കോ, എന്തായാലും വിക്രമിനെ ഞാനിതിന് വിട്ടുകൊടുക്കൂല എന്നൊക്കെ പറഞ്ഞിട്ട് ആളവിടെ നിന്ന് പോവുകയാണ്. അങ്ങനെ പോയി കഴിഞ്ഞ ശേഷം വേദ ശ്രീകാന്തിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. ശ്രീകാന്തും ചന്ദ്രശേഖരനും കൂടി ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ വളരെയധികം ദേഷ്യത്തോടെയും പ്രതികാരത്തോടെ ഒക്കെ കൂടിയിട്ട് ശ്രീകാന്തിനെയും ചന്ദ്രശേഖരനെ നോക്കി നിൽക്കുന്നത് കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. നെക്സ്റ്റ് വീക്കിലാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതായത് വീട്ടുകാരെ വീണ്ടും ആക്രമിക്കുകയാണ് ആൾക്കാർ, വാസവൻ്റെ ആൾക്കാർ വന്നിട്ട്, അതുപോലെ തന്നെ വിക്രമിനെ ഓടിച്ചിട്ട് വെടി വയ്ക്കുന്നതായിട്ടുള്ള ഭാഗം കാണിക്കുന്നുണ്ട്. പക്ഷെ അതിനുശേഷം വിക്രമും വേദ ഒരുമിക്കുകയാണ് കേട്ടോ. കാരണം വിക്രമിൻ്റെ അടുത്തേക്ക് വേദ അവിടേക്ക് എത്തുന്നുണ്ട്. വെടിവെക്കുന്ന സമയത്ത് ജോസഫും വേദയും കൂടിയിട്ടാണ് വിക്രമിനെ രക്ഷിക്കുന്നത്, പിന്നീട് വിക്രമിനെ പരിചരിക്കുന്നതൊക്കെ നമ്മുടെ വേദ തന്നെയാണ്. അപ്പോൾ ഈ നെക്സ്റ്റ് വീക്കിലെ വീക്കെൻഡ് ആ ഒരു ലാസ്റ്റ് ആകുമ്പോഴേക്കും വിക്രമും വേദ ഒരുമിക്കും കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ.